ആസാദിയുടെ അമൃത മഹോത്സവം എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷിക ദിനത്തിൽ ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായ നരഭേദത്തിനും വേട്ടയാടലിനും വിധേയമാക്കിയ RSSകാരെ, സംഘപരിവാറുകാരെ, ആ സവർണ ഹിന്ദുത്വ തീവ്രവാദികളെ പുറത്തേക്ക് ഇറക്കി വിടാനല്ലേ BJPയുടെ ഗുജറാത്തിലെ സർക്കാർ ശ്രമിച്ചത്? ഒരു വാക്കുരിയാടാൻ പറ്റിയോ നരേന്ദ്രമോദിക്ക്? പറ്റിയോ? കൗസർ ബാനുവിന് നീതി കൊടുക്കണ്ടേ? കാശ്മീരിലെ ആസിഫയ്ക്ക് നീതി കൊടുക്കണ്ടേ? എന്തിനാ ഹത്രാസിലെയും ഉന്നാവോയിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ പറ്റണ്ടേ? മണിപ്പൂരിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ പറ്റണ്ടേ? കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ പൂർണ്ണ നഗ്നയാക്കി തെരുവ് നടത്തിയപ്പോൾ അതിനെതിരെ നിലപാടെടുത്തിട്ട് വേണ്ടേ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്? വേണ്ടേ? അങ്ങനെയല്ലേ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നീതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വഖഫ് അമെൻമെന്റ് ബില്ലിന്റെ പുറകിലൂടെ ഭിന്നിപ്പിന്റെ നയം കൊണ്ടുവന്നിട്ടല്ലോ. അപ്പൊ അതും തെറ്റാണ്, കള്ളമാണ്, വ്യാജമാണെന്ന് തെളിയുന്നു. അടുത്തത്, തർക്കമുണ്ടായാൽ, വഖഫ് സ്വത്തുകളിൽ തർക്കമുണ്ടായാൽ കളക്ടർ തീരുമാനിക്കുന്നവരെ അത് അങ്ങനെയായിരിക്കുമെന്ന്. കളക്ടറുടെ കൈവശമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഈസ്റ്ററിന് പോയി പാതിര കുർബാന കൂടി എൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അതിർത്തി തർക്കമുണ്ടായാൽ തൊട്ടടുത്ത ദിവസം മുതൽ എറണാകുളം ജില്ലാ കളക്ടറാണ് ആ പള്ളിയുടെ ഉടമ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെയല്ല ഈ രാജ്യത്ത് ഏത് വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിലും തർക്കം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. പള്ളികളുടെ അടിയിൽ പോയി ശിവലിംഗം തിരയുന്ന മതഭ്രാന്തന്മാർ ഈ രാജ്യത്ത് അഴിഞ്ഞാടുന്ന കാലത്ത് ഈ രാജ്യത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കളുടെ മേലും തർക്കം ഉന്നയിക്കാൻ ഒരു സംഘപരിവാറുകാരനും ഭയക്കേണ്ടതില്ല. അങ്ങനെ തർക്കം ഉന്നയിച്ചാൽ അതാത് ജില്ലാ കളക്ടർമാരാണ് അന്ന് മുതൽ പരമാധികാരി എന്ന് പറഞ്ഞാൽ ആ നിയമം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്. അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു. അടുത്തത് എന്താ? വഖഫ് ബൈ യൂസർ അല്ലേ? നിങ്ങൾ ഇതിൻ്റെ സാങ്കേതിക വശം അറിയും, ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളും ലൈബ്രറികളും ഒക്കെ പഠിക്കാനുള്ള ഇടമാണ്. പക്ഷെ പഠിച്ചിട്ട് നമ്മൾ ഇടപെടുന്നത് സാധാരണക്കാരായിട്ടുള്ള വേർത്തൊലിച്ച് മഴ നനഞ്ഞ് വെയിൽ കൊണ്ടുവരുന്ന മനുഷ്യരോടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? രേഖകളില്ലാത്ത, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ട് വഖഫ് സ്വത്തായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളും മോസ്കുകളും അടക്കമുള്ള, ആതുരാലയങ്ങൾ അടക്കമുള്ള, യത്തീംഖാനകൾ അടക്കമുള്ളതൊക്കെ നാളെ മുതൽ സംഘപരിവാറിന്റെ തിട്ടൂരത്തിനത്ര പ്രവർത്തിക്കണമെന്ന് പറയുന്നതാണ് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ ഇവരുടെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ രേഖകളുള്ളത് മാത്രമാണ് അംഗീകരിക്കപ്പെടുകയെങ്കിൽ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് വേണം വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരാൻ. ഏത് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണ് നരേന്ദ്രമോദിക്ക് ഡിഗ്രി ഉണ്ടെന്ന് BJPക്കാർ അവകാശപ്പെടുന്നത്? ഈ രാജ്യത്ത് ഒരാൾ പോലും കാണാത്ത ഒരു സർട്ടിഫിക്കറ്റ്, കൂടെ ഇരുന്ന് പഠിച്ചതായിട്ട് ഒരു വിദ്യാർത്ഥി പോലും അവകാശപ്പെടാത്ത, പഠിപ്പിച്ചു എന്ന് ഒരു അധ്യാപകൻ പോലും അവകാശപ്പെടാത്ത, എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് ഈ ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു കോഴ്സിൽ ഡിഗ്രി പാസ്സായി എന്ന് പറയുമ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം സർട്ടിഫിക്കറ്റ് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാനുള്ള ആർജവം കാണിക്കണം.